പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പരിശ്രമിക്കുമെന്ന് നിയുക്ത മന്ത്രി OR കേളു. പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികൾക്ക് മുൻതൂക്കം നൽകും. അഖിൽ പാലോട്ടുമഠം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുക്കപ്പെട്ട KR കേളു ഇപ്പം ജനൻ ടിവിയോടൊപ്പം തരികയാണ്. സഖാവ് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇപ്പോൾ മന്ത്രിയായി ആദ്യമായി ചുമതല ഏൽക്കുകയാണ്. എങ്ങനെ തോന്നുന്നുണ്ട് ഈ നിമിഷം? അല്ല, വ്യക്തിപരമായിട്ട് അങ്ങനെ സന്തോഷമില്ലെങ്കിലും ഈ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഈ മേഖലയിലെ ആൾക്കാരുടെ ജനവിഭാഗങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും അത്തരം കാര്യങ്ങൾ പരിഹരിക്കാനും എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ ഞാൻ പരിശ്രമിക്കും. ഈ മുൻകാലങ്ങളിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആൾക്കാർ അതുപോലെയുള്ള വിപ്ലവാത്മകമായ തീരുമാനങ്ങളൊക്കെ എടുക്കണം എന്ന് മനസ്സിൽ കാണുന്നുണ്ട് ഇപ്പോഴേ? അങ്ങനെയൊന്നും ഇപ്പോൾ കാണുന്നില്ല. അതൊക്കെ ഓരോ കാര്യങ്ങളിൽ പരിശോധിച്ച് മുന്നോട്ട് പോകുമ്പോഴാണല്ലോ. ഈ അങ്ങ് വയനാട്ടിൽ നിന്നുള്ള ഒരു ജനപ്രതിനിധി കൂടെയാണ്. വയനാട് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ഒരു വന്യമൃഗ പ്രശ്നങ്ങളുണ്ട്, അവിടുത്തെ വേറെ കുറേ ഭൂപരിസര പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ആ ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ ഏത് തരത്തിൽ ഇടപെടൽ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അതെ, വയനാട് ജില്ലയിലാണല്ലോ ഇപ്പോൾ മലബാറിലാണ് പട്ടികവർഗ്ഗക്കാർ ഏറ്റവും കൂടുതലുള്ളത്. തെക്കൻ കേരളത്തിൽ പട്ടികജാതിക്കാരും. അപ്പോൾ പട്ടിക വർഗ വിഭാഗത്തിലെ ആൾക്കാരുടെ ക്ഷേമ പദ്ധതികൾക്ക് മുൻതൂക്കം കൊടുക്കും. ക്ഷേമ പദ്ധതികളെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളുടെ സ്കൂളിലെ പ്രഭാത ഭക്ഷണം തൊട്ട് പാർപ്പിടം വരെ, നമ്മുടെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള അങ്ങനെ തുടങ്ങിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. ഈ SC/ST വിദ്യാർത്ഥികളുടെ സ്റ്റൈഫൻഡ് അടക്കം സ്കോളർഷിപ്പ് അടക്കം ഇപ്പോൾ മുടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങ് മന്ത്രിയായി എത്തുമ്പോൾ ആ വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ ഒരു കരുതൽ എന്ന നിലയ്ക്ക് അതിലാദ്യ നടപടി സ്വീകരിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടോ അങ്ങേക്ക്? അതാണല്ലോ ഞാനിപ്പോൾ പറഞ്ഞത്. ആദിവാസി വിഭാഗത്തിൻ്റെ ക്ഷേമ പദ്ധതികൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ലംസം ഗ്രാൻഡ്, സ്റ്റൈഫൻഡ്, ഉന്നത വിദ്യാഭ്യാസത്തിന് MBBS പഠിക്കുന്ന, IAS പഠിക്കുന്ന കുട്ടികളുടെ സ്കോളർഷിപ്പ് പോലെയുള്ള കാര്യങ്ങൾ അത് ഫസ്റ്റായിട്ട് പരിശോധിക്കും. ഒരു ജനപ്രതിനിധി നിലയിൽ അങ്ങ് പഞ്ചായത്ത് മെമ്പറായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി, അവിടെ നിന്ന് MLA ആവുന്നു. മാനന്തവാടിയിൽ നിന്ന് എത്തുന്ന ആ നിയോജകമണ്ഡലത്തിൽ നിന്ന് എത്തുന്ന രണ്ടാമത്തെ മന്ത്രിയാണ്. നേരത്തെ ഉണ്ടായിരുന്ന വനിതയും മന്ത്രിയായിരുന്ന. അപ്പോൾ ആ മണ്ഡലത്തിനോട് എന്താണ് തോന്നുന്നത് ഈ നിമിഷം? അല്ല, ഞാൻ ഈ കഴിഞ്ഞ 7-8 വർഷമായിട്ട് MLA എന്ന നിലയ്ക്ക് മാനന്തവാടി മണ്ഡലത്തിൽ കുറേയേറെ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ മാനന്തവാടി മണ്ഡലത്തിൻ്റെ പൊതുവായിട്ടുള്ള വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഏറ്റവും നല്ല രീതിയിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പിന്തുണ വ്യക്തിപരമായി എനിക്ക് ലഭിക്കുന്നുണ്ട്. അതൊക്കെ മുതൽക്കൂട്ടാക്കി മന്ത്രി എന്ന നിലയ്ക്ക് കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് മണ്ഡലത്തിലും വയനാടിനും കേരളത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പോൾ സംസ്ഥാന സമിതിയിൽ അനൗദ്യോഗികമായിട്ടാണ് ഒരു തീരുമാനം. അത് പാർട്ടി സെക്രട്ടറി അല്പസമയത്തിനകം തന്നെ ഇത് പ്രഖ്യാപിക്കപ്പെടും. ഈ നിമിഷത്തിൽ ഈ സമുദായത്തിൽ നിന്ന് വരുന്ന വീണ്ടും AK ബാലൻ ഉണ്ടായിരുന്നു, K രാധാകൃഷ്ണൻ ഉണ്ട്, അതിൻ്റെ ഒരു പിൻഗാമി എന്ന നിലയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഈ വകുപ്പിനപ്പുറത്ത് ഏതെങ്കിലും ഒരു വകുപ്പ് കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെ പറഞ്ഞാൽ അത് തന്നെ വേണ്ടാന്ന് വെക്കും എന്നുള്ള ഇതാണ്. ഞാൻ ആദ്യമായിട്ടാണല്ലോ മന്ത്രി. അതുകൊണ്ട് ഈ 2 വകുപ്പ് മാത്രം കൈകാര്യം ചെയ്താൽ മതി എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഒരു കാഴ്ചപ്പാട്. എന്തായാലും എല്ലാവിധ ആശംസയും ജനൻ TV നേരുന്നുണ്ട്. എന്തായാലും മന്ത്രി പറഞ്ഞതുപോലെ ആ ജില്ലയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ആ ജില്ലയ്ക്ക് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനുമുണ്ട് എന്ന് തന്നെയാണ് നിയുക്ത മന്ത്രി ജനൻ TVയോട് പറഞ്ഞു വെക്കുന്നത്. ക്യാമറമാൻ വിവേക് നേമത്തിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.